വേനൽക്കാലത്ത് ക്ഷീണിച്ച അവശനായ കർഷകൻ 2 മൺകുടങ്ങളിൽ നിറയെ വെള്ളവുമായി സ്വന്തം ഭവനത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു മൺകുടത്തിൽ ചെറിയൊരു പൊട്ടൽ വീണു. അതിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുവാൻ തുടങ്ങി. പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തെ പരിഹസിച്ചു. ഒരു തടം വെള്ളം പോലും വഹിക്കുവാൻ സാധിക്കാത്ത നിന്നെക്കൊണ്ട് കർഷകന് ഇനി യാതൊരു പ്രയോജനവുമില്ല. ഇത് കേട്ട പൊട്ടിയ മൺകുടം ആകെ വിഷാദത്തിലായി. എന്നാൽ തിരിച്ച് ഭവനത്തിൽ എത്തിയിട്ടും തന്നെ ഉപേക്ഷിക്കാത്തത് കണ്ട പൊട്ടിയ മൺകുടം ഏറെ കൗതുകത്തോടെ കർഷകനോട് ചോദിച്ചു, അങ്ങ് എന്താണ് എന്നെ ഉപേക്ഷിക്കാതിരുന്നത്? എന്നെ കൊണ്ട് ഇനി യാതൊരു പ്രയോജനവുമില്ലല്ലോ. ഇത് കേട്ട കർഷകൻ നിറഞ്ഞ മനസ്സോടെ മറുപടി പറഞ്ഞു, ഞാൻ എന്തിനു നിന്നെ ഉപേക്ഷിക്കണം? നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നാം നടന്നു നീങ്ങിയ വഴിയോരങ്ങളിലെ എല്ലാം ഉണങ്ങി വരേണ്ട ചെടികൾ ഇപ്പോൾ ഉണർവുള്ളവരായത് നീ ചൊരിഞ്ഞ ജലം കാരണമാണ്. അതെ, സ്വന്തം കുറവുകളിൽ ദുഃഖിക്കുകയോ മറ്റുള്ളവരുടെ കുറവുകളിൽ പരിഹസിക്കുകയോ അരുത്. എല്ലാ കുറവുകളെയും നന്മയാക്കുവാൻ ദൈവത്തിന് സാധിക്കും. സ്വന്തം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളാൽ ചുറ്റുമുള്ളവരിലേക്കും നന്മ ചൊരിയുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. ആയതിന് ഈ ക്രിസ്തുമസ് കാലഘട്ടം വഴിതെളിക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.